ബിജെപി 12ലേക്ക് വരുന്നു, ആം ആദ്മി പാർട്ടി 4. മൂന്നിരട്ടിയിലേക്ക്. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0. അതായത് കോൺഗ്രസ് സ്പോയിലറായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ന്യൂഡൽഹിയിൽ, കൽക്കാജിയിൽ, ജാഗ്പുരയിൽ, ഒപ്പം തന്നെ ബിജെപി മനീഷ് സിസോദിയ ട്രെയിൽസ്, മനീഷ് സിസോദിയ പിന്നിൽ, കൽക്കാജിയിൽ അതിഷി പിന്നിൽ, ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും പിന്നിൽ. പ്രമുഖരായിട്ടുള്ള 3 നേതാക്കളും ആം ആദ്മി പാർട്ടി നേതാക്കളും പോസ്റ്റൽ ബാലറ്റിൽ പിന്നിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ബിജെപി ഇവിടങ്ങളിൽ അടിച്ചു കയറുകയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ്, പക്ഷേ ഇതൊരു സൂചനയാണോ ആം ആദ്മി അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ പിന്നിലായിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പിന്നിലായിട്ടില്ല. പോസ്റ്റൽ ബാലറ്റ് ബിജെപിയിൽ പർവേഷ് വർമ്മയാണ് മുന്നിൽ കേട്ടോ. ബിജെപിയിൽ പർവേഷ് വർമ്മ, സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മ, ന്യൂഡൽഹി മണ്ഡലം ന്യൂഡൽഹി. പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു ന്യൂഡൽഹിയിൽ എന്നുള്ളതാണ്. കൽക്കാജിയിൽ ബിജെപി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, രമേഷ് ബിദൂരി ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. ഓരോ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ കൈലാഷ് ഗെഹ്ലോട്ട് ലീഡ് ചെയ്യുന്നു. കൈലാഷ് ഗെഹ്ലോട്ട്. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0 എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ബ്രേക്കിംഗ് എന്നുള്ളത് ആപ്പിന്റെ മുഖങ്ങൾ, ആപ്പിന്റെ സെലിബ്രിറ്റി മുഖങ്ങൾ, അരവിന്ദ് കെജ്രിവാൾ, അതേപോലെ അതിഷി, അതേപോലെ മനീഷ് സിസോദിയ, ഈ 3 നേതാക്കളും പോസ്റ്റൽ ബാലറ്റിൽ പിന്നിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ബിജെപി ഈ 3 മണ്ഡലങ്ങളിലും ന്യൂഡൽഹിയിൽ, കൽക്കാജിയിൽ ഒക്കെ തന്നെ ലീഡ് ചെയ്യുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടുന്നു പോസ്റ്റൽ ബാലറ്റിൽ. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0. ആപ്പ് 4, ബിജെപി 12, കോൺഗ്രസ് 0. ഇപ്പോൾ ബിജെപിയുടെ വലിയ കുതിപ്പാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മടങ്ങോളം ആം ആദ്മി പാർട്ടിയെ അപേക്ഷിച്ച് ബിജെപി പോസ്റ്റൽ ബാലറ്റിൽ ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാൾ പോസ്റ്റൽ ബാലറ്റിൽ പിന്നിൽ പോകുന്നത് ഒരു സൂചനയായി പോസ്റ്റൽ ബാലറ്റിന്റെ റിസൾട്ട് വരുന്നുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിന് ന്യൂഡൽഹിയിൽ അത്രയധികം തിരിച്ചടി കൊടുക്കാൻ ബിജെപിക്കും കോൺഗ്രസിനും ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെ കഴിഞ്ഞോ എന്നുള്ളതാണ്. ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തത് കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ഇതിന്റെ പാപഭാരം ഏറ്റെടുക്കുമോ? കോൺഗ്രസ് ഒരു മണ്ഡലത്തിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ പിളർത്താൻ, വോട്ടുകൾ തളർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. 13 ബിജെപി, ആപ്പ് 4, ബിജെപി 13, കോൺഗ്രസ് 0. കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു. ആപ്പ് 4, ബിജെപി 13, ആപ്പ് 4, ബിജെപി 13, കോൺഗ്രസ് 0. ആപ്പ് 4, ബിജെപി ബിജെപിയുടെ പ്രധാന മുഖങ്ങൾ ലീഡ് ചെയ്യുന്നു. 15 എന്നും പറയുന്നു ചിലയിടത്ത്. ആപ്പ് 4, ബിജെപി 15, കോൺഗ്രസ് 0. ആപ്പ് 4, ബിജെപി 15, കുറച്ചു നേരമായിട്ട് അനക്കമില്ല. ബിജെപി മുന്നേറ്റം തുടരുകയാണ്. ബിജെപി 15, ആം ആദ്മി പാർട്ടി 4, കോൺഗ്രസ് 0. അതിഷി, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ പിന്നിൽ തന്നെ. കാർവാൾ നഗറിൽ നിന്ന് കപിൽ മിശ്ര ബിജെപി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. കൽക്കാജി മണ്ഡലത്തിൽ രമേഷ് ബിദൂരി ബിജെപി ലീഡ് ചെയ്യുന്നു. അതിഷി പിന്നിലാവുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാവുന്നു. അവിടെ പർവേഷ് വർമ്മ മുന്നിലാവുന്നു. അവിടെ സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ടുകൾ, അതേപോലെ കൽക്കാജിയിൽ അൽക്കലാമ പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് വിനയായി എന്ന് വേണം. പർവേഷ് വർമ്മയ്ക്കും രമേഷ് ബിദൂരിക്കും